don't need a guide, follow lights, take me where I wanna visit. Are you alive? Or just breathing? 'Cause I've been living life right like I could just die any minute. Going for a ride down the side, PCH, country limit. എല്ലാവർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 5 കിലോ വാട്ട് സോളാർ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടറും അതുപോലെ തന്നെ നമ്മുടെ ലിഥിയം ബാറ്ററിയും ഇത് രണ്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ എന്തായാലും അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 4850 വാട്ട്സ് സോളാർ പാനലാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കാം. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നെക്സ്ചാർജ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 48 വോൾട്ട് 100Hൻ്റെ ലിഥിയം ബാറ്ററിയാണ്. നമുക്കിവിടെ സാധാരണ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററി 100Hൻ്റെ 4 ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഈ ഒരു ലിഥിയം 48 വോൾട്ട് 100Hൻ്റെ ബാറ്ററി ഉപയോഗിച്ചാൽ മതി. ലിഥിയം ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ചാർജിങ് ആംബിയറും ചാർജിങ് വോൾട്ടും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ലിഥിയം ബാറ്ററിയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അത് അവിടെ തന്നെ ഇരുന്നോളും. പക്ഷേ ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ നമ്മളിവിടെ വാട്ടർ ലെവൽ ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് വാട്ടർ ഫില്ല് ചെയ്യണം, ഗ്രാവിറ്റി ചെക്ക് ചെയ്യണം. അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മൾ കറക്റ്റായിട്ട് നോക്കിയില്ലെങ്കിൽ പുള്ളി പണി മുടക്കും. ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഒട്ടുമിക്ക ലിഥിയം ബാറ്ററിയിലും ഒരു MCB ഉണ്ടാവും. അത് ട്രിപ്പ് ആവുകയാണെങ്കിൽ ഒന്ന് ഓണാക്കുക എന്നുള്ളൊരു പണി മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മുടെ ബാറ്ററിയുടെ കേസ് വരുന്നത് മെറ്റൽ ബോഡിയാണ്. അതുകൊണ്ട് ഇത് എർത്ത് ചെയ്ത് വെക്കണം. ഈ ഒരു നെക്സ്ചാർജിൻ്റെ ലിഥിയം ബാറ്ററിയിൽ കമ്മ്യൂണിക്കേഷൻ കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്ററും കമ്പനി കൊടുത്തിട്ടുണ്ട്. നിരവധി ചെറിയ ചെറിയ ലിഥിയം സെല്ലുകൾ കൂട്ടിച്ചേർത്താണ് ഇത്രയും വലിയ ഒരു ലിഥിയം ബാറ്ററി പാക്ക് കമ്പനി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഓരോ സെല്ലുകൾ ചാർജിങ്ങിനും അതിൻ്റെ ഡിസ്ചാർജിങ് അതുമാത്രമല്ല അതിൻ്റെ ഹീറ്റിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു BMS സർക്യൂട്ട് ബോർഡ് ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റോടൊപ്പം തന്നെ ആക്റ്റീവ് ബാലൻസർ എന്ന് പറഞ്ഞൊരു സർക്യൂട്ടും ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. സെൽക്രോണിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ 5 കിലോ വാട്ടിൻ്റെ സോളാർ ഇൻവെർട്ടറാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ബാറ്ററിയുടെ സഹായമില്ലാണ്ട് തന്നെ നമ്മുടെ പാനലിൽ നിന്ന് വരുന്ന ഔട്ട് എടുത്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു ബാക്കപ്പിനും പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വെയിൽ പല സമയത്ത് വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്ചാർജിൻ്റെ ഈ ഒരു ലിഥിയം ബാറ്ററിയിൽ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ബാറ്ററി വയർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതിനൊരു കവറൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിക്കായിട്ട്. വളരെ നീറ്റായിട്ടുള്ള ഒരു ബാറ്ററി പാക്കിനാണ് ഇത്. ഇവിടെ അവർ ഒരു 125 ആംപിയറിൻ്റെ ഒരു MCB ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കിത് ഓണാക്കാനും ഓഫാക്കാനും സാധിക്കും. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് ഈ ഒരു ലിഥിയം ബാറ്ററിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ ഇത് ലിഥിയം ബാറ്ററിനെ കുറിച്ച് തന്നെ പറഞ്ഞത്. ലിഥിയം ബാറ്ററി വളരെ ഈസി ആയിട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാമെന്നും പലരും ചിന്തിക്കേണ്ടാവും. അതൊക്കെ വളരെ ചെറിയ ലിഥിയം ബാറ്ററി സെറ്റപ്പിൽ നടക്കുകയുള്ളൂ. ഈ കാണുന്ന 48 വോൾട്ട് 100Hൻ്റെ ലിഥിയം ബാറ്ററി ഒന്നും വളരെ ഈസി ആയിട്ട് എടുത്ത് മാറ്റാനും സാധിക്കില്ല. നല്ല വെയിറ്റ് തന്നെ ഇതിനുണ്ട്. നമുക്കിതെടുത്ത് അങ്ങനെ വളരെ ഈസി ആയിട്ട് പൊക്കി മാറ്റാനൊന്നും സാധിക്കില്ല. ലെഡ് ആസിഡ് ബാറ്ററി വെച്ചിട്ട് വെയിറ്റ് നോക്കുമ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി ആകുമ്പോൾ കുറച്ച് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ ലിഥിയത്തിന് വെയിറ്റ് കുറവാണ്. നമ്മുടെ ഇൻവെർട്ടറിൽ കൂളിംഗ് സെറ്റപ്പ് കുറച്ച് മാറ്റമുണ്ട് സാധാരണ ഇൻവെർട്ടർ വെച്ച് നോക്കുമ്പോൾ. ഇവിടെ എയർ ഫിൽറ്റർ വഴി ഇതിനകത്തേക്ക് എയർ ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് ഇതിൻ്റെ അടിയിലുള്ള ഫാൻ ഉപയോഗിച്ചിട്ട് കാറ്റ് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ പൊടി പിടിക്കാനുള്ള ചാൻസ് തീരെ കുറവാണ്. സോളാർ വഴി വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെർട്ടർ എത്ര ആംബിയർ KCB നിന്ന് വലിക്കുമെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 0.2 ആംബിയറാണ് ഇവിടെ ഇൻവെർട്ടർ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേ വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. സോളാർ പാനൽ എത്ര ആംബിയർ തരുന്നുണ്ട്, എത്ര വാട്ട് കിട്ടുന്നുണ്ട്
തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ നോക്കിയിട്ട് മനസ്സിലാക്കാം. അതുമാത്രമല്ല നമ്മൾക്ക് നമ്മുടെ ബാറ്ററിയിലേക്കുള്ള ചാർജിങ് ആംബിയർ, ചാർജിങ് വോൾട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഈ ഒരു സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ട് തന്നെ മാനുവലായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടറും അതുപോലെ ലിഥിയം ബാറ്ററിയുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസൊക്കെ നമ്മളോട് പറയുന്നില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ നമ്മൾ യൂട്യൂബ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു സോളാർ പാനലിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ അതുപോലെ തന്നെ നമ്മുടെ നെക്സ്ചാർജിൻ്റെ 48 വോൾട്ട് 100 Hൻ്റെ ലിഥിയം ബാറ്ററി, സോളാർ പാനൽ, ബാക്കി എല്ലാത്തിൻ്റെയും റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയ സുഹൃത്ത് റിയാസിൻ്റെ വീട്ടിലാണ്. എല്ലാ ടെക്നിക്കൽ സപ്പോർട്ട് തന്ന് ഹെൽപ്പ് ചെയ്തത് ഹമീദൊക്കെയാണ്. അദ്ദേഹം എറണാകുളം മേഖലയിൽ സോളാർ വർക്കുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നിങ്ങളുടെ സംശയങ്ങളും അറിയിക്കാം. നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള മറുപടി നമ്മൾ തരുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. പലരും നിരാശപ്പെടുത്തിയെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ലിഥിയത്തിലേക്ക് മാറി ചിന്തിച്ച നമ്മുടെ പ്രിയ സുഹൃത്ത് റിയാസിന് JP നെറ്റ്വർക്കിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.